ഹലോ, ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ അപ്പച്ചൻ്റെ ലോകമാണ് ഈ കാണുന്നത് മൊത്തം. അതായത് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് മില്ലാണിത്, ഫ്ലോർ മില്ല്. ഓക്കെ, അപ്പം അപ്പച്ചൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനുള്ളിൽ തന്നെയായിരിക്കും. ഞങ്ങൾക്ക് കാണാൻ കിട്ടൽ തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ ഫ്ലോർ മില്ല് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിനകത്ത് നമ്മുടെ അരി പൊടിപ്പിക്കും, അതുപോലെ തന്നെ ഗോതമ്പ്, മഞ്ഞൾ, മല്ലി, മുളക്, ഇപ്പോൾ കുഞ്ഞാവയ്ക്കുകളുടെ ഹെൽത്ത് മിക്സും കാര്യങ്ങളും ഒക്കെ പൊടിച്ചെടുത്തുകൊണ്ട് വരുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. അതോ അങ്ങ് കാണുന്ന തട്ടിൻ്റെ മണ്ടിൽ കയറിയിരിക്കുന്ന ആ മനുഷ്യനാണ് എൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ ഫാദർ, എൻ്റെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയും. അപ്പം ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പ്രധാനമായിട്ടും കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പലർക്കും ഇത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ തേങ്ങയാണ്. നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേങ്ങയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ഉണങ്ങിയ രൂപമാണ് ഈ കാണുന്നത്. തേങ്ങ പൊതിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ചിരട്ടയ്ക്കകത്തുനിന്ന് കുത്തിയെടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആ ഒരു ആട്ടുന്ന ചക്ക് എന്ന് പറയും, അത് ചക്കിനകത്തിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഉണങ്ങിയ എന്താ പറയുക, കൊപ്ര എന്ന് പറയുന്നത്, കൊപ്ര എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ആ ജോനിപ്പോൾ കയറിപ്പോകുന്ന അല്ല അപ്പച്ചൻ ആ കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സംഭവമാണ് ചക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ തേങ്ങ ഇട്ടിട്ട് കുറച്ച് സമയമായി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നത്. ശരിക്കും അല്ല, ആദ്യം ഇടുമ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഞെങ്ങി ഇതിങ്ങനെ സംഭവം താഴോട്ട് എണ്ണ കറങ്ങി എണ്ണ താഴേക്ക് വരും. അപ്പോൾ ആ എണ്ണ പാത്രത്തിൽ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പച്ചൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് ഇടുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. പിന്നെ കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. എനിക്കറിയത്തില്ല അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. പക്ഷേ എന്നാലും ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം നല്ല പരിപാടിയാണ്. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കൈക്കും കാലിനൊക്കെ അത്യാവശ്യം ബലമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇത് കണ്ടോ, എണ്ണയാണ് ഈ തെളിഞ്ഞ് വരുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് എണ്ണ ഇങ്ങനെ എന്താ പറയുക കളക്ട് ചെയ്ത് താഴെ ഇതിന് താഴെ ആ മെഷീൻ്റെ ഇതിനാണ് ചക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആട്ടുന്ന ഈ ഒരു സാധനത്തിനാണ് ചക്ക് എന്ന് പറയുന്നത്. ഈ തുളയ്ക്കകത്തുനിന്ന് ഈ ഒരു വെള്ളം ഒലിച്ചെടുക്കുന്നുണ്ടോ, അത് വെള്ളമല്ല, ആക്ച്വലി അത് എണ്ണയാണ്, വെളിച്ചെണ്ണ. അപ്പോൾ അതിങ്ങനെ അതിനകത്തുനിന്ന് ഇങ്ങനെ കറങ്ങി അത് മുകളിൽ കറങ്ങി വരുന്ന സാധനം അതിനകത്തുനിന്ന് വന്ന് ഈ കുഴലിനകത്തൂടെ വന്നിട്ട് താഴെ നമ്മൾ എണ്ണ കളക്ട് ചെയ്യുന്ന പാത്രം വെച്ചിട്ടുണ്ടാവും. അതിനകത്തോട്ട് ഇത് വന്നിട്ട് ചാടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്ന വെളിച്ചെണ്ണ. അപ്പോൾ ഇതിന് സൈഡിൽ കൂടെ ഒക്കെ കാണുന്ന എണ്ണയുടെ മട്ടാണ് കേട്ടോ. നമുക്കതിന് മട്ടെന്ന് നമ്മൾ പറയും ഈ ഒരു സംഭവം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടാണ് നമ്മുടെ പാത്രങ്ങളിൽ നമ്മൾ ആട്ടാൻ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് വിടുന്നത്. അപ്പോൾ ജോൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അവനിതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്ലാഷ് ഓൺ ആയതുകൊണ്ടാണ് ജോൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല എന്താ പറയുക, നല്ല പ്യൂവറസ്റ്റ് ഫോം ഓഫ് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ കോക്കനട്ട് ഓയിൽ മാത്രമേ എൻ്റെ തലയിലും ഇപ്പോൾ ബോഡിക്കകത്തൊക്കെ നമ്മൾ ബോഡിയിലൊക്കെ ഉപയോഗിക്കുന്ന തരം ഉപയോഗിച്ചിട്ടുണ്ടോ. ഞാൻ വേറൊരു ഓയിലും ഉപയോഗിച്ചിട്ടില്ല. ഇത് ആട്ടി കഴിഞ്ഞതിന് ശേഷം ഈ എണ്ണയെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കൊപ്രയുടെ ഒരു ഡ്രൈഡ് ഫോമാണിത്. നമ്മൾ വേസ്റ്റ് എന്ന് പറയില്ലേ, അത് ഇതാണ് പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഇത് നമ്മളും തിന്നും, പശുക്കൾക്കും കൊടുക്കും, കോഴികൾക്കും കൊടുക്കും. പല പല ഉപയോഗങ്ങളുണ്ട് ഈ ഒരു സാധനം കൊണ്ട്. മനുഷ്യന്മാരും തിന്നുന്നത് കണ്ടിട്ടുണ്ട്, ഞാനും തിന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു കൊപ്ര ആട്ടുന്ന സമയത്ത് നമ്മൾ മില്ലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ എന്തൊരു സ്മെല്ലാണെന്നറിയാവോ. അതായത് എണ്ണയുടെയൊക്കെ ഇങ്ങനെ കുളിച്ചിറങ്ങുന്ന കൂട്ടൊരു നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൊപ്രയുടെ സമയത്ത് മില്ലിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എന്താ പറയുക രൂപം, നമ്മുടെ എണ്ണയുടെ ഇങ്ങനെയാണ് കിട്ടുക. ഇപ്പം ഇത് ആളുകൾ പുറമേ നിന്ന് കൊണ്ടുവരുന്നവർക്ക് അവരുടെ സാധനം ആട്ടി അവരുടെ തന്നെ പാത്രങ്ങളിൽ ഒഴിച്ച് കൊടുത്തു വിടും. ഇതിപ്പോൾ നമ്മുടെ തേങ്ങ തന്നെ ആട്ടി അപ്പച്ചൻ മറ്റുള്ളവർക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി പുറത്ത് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അപ്പച്ചൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഓരോ ബോട്ടിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മ എടുത്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചതാണ് കറക്റ്റ് ഈ ആട്ടിയ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. കറക്റ്റ് കളറും എല്ലാം ഇത് തന്നെയാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പൊതു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിങ് നിങ്ങളെ കാണിച്ചു തന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.